സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മള് പലപ്പോഴും നമ്മളെ തന്നെ മറന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അമിതമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, ഭ്രാന്തമായിട്ടൊക്കെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നതൊക്കെ. അതുപോലത്തെ കുറെ സിറ്റുവേഷൻ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കാനും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ മറന്നു പോവാണ്. അപ്പൊ നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മൾക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാനും സാധിക്കുന്നത്. നമ്മള് കുറെ ഭംഗി വാക്കുകളൊക്കെ പറയും, ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഏത് ഫ്രണ്ട്ഷിപ്പിലോ എന്തോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ പറയും, അവൻക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവൾക്കാണ് എന്നെക്കാൾ അല്ലെങ്കിൽ അവനേക്കാൾ നന്നായിട്ട് എന്നെ മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ മുന്നേ ഒരാളുണ്ട്, അത് നിങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതൊക്കെ ആ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് അറിയുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെ ഹെർട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കാനൊന്നും പാടില്ല. എനിവേ, ഈ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വെൽക്കം ടു ജസ്റ്റ് ഔട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒക്കെ ലൈഫില് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും എല്ലാം നമുക്ക് ഉണ്ടാവും അല്ലെ. ഓരോരോ ഫീലിങ്സ് ആണ്. നമ്മൾ ഇന്നലെ ഇരുന്ന മൂഡിലായിരിക്കില്ല മേ ബി ഇന്ന് ഇരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയത്ത് ഇരുന്ന പോലെ ആയിരിക്കില്ല അറ്റ് എ ടൈം ഈ ഒരു മൂമെന്റിൽ നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ ഫീലിങ്സ് വേറെ ആയിരിക്കും അല്ലെ. കുറച്ചും കൂടി നല്ലോണം സന്തോഷിച്ചിരിക്കുകയായിരിക്കും, ഇപ്പൊ നമ്മൾ സങ്കടപ്പെടുകയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലോണം സങ്കടപ്പെട്ടിട്ട് ഇപ്പൊ സന്തോഷിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. എനിവേ, നമ്മുടെ ലൈഫില് ഈ ഫീലിങ്സ് മാറിക്കൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഫീലിങ്സ് മാറുമ്പോൾ അതിനുള്ള കാരണം എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ഫീലിങ്സ് ഒരിക്കലും എല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അത് മാറിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം മനസ്സിലാക്കി സ്വയം ആശ്വസിപ്പിച്ചൊക്കെ നമ്മൾ ഇരിക്കണം. അതൊക്കെ അത്യാവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ആദ്യം ആശ്വസിപ്പിക്കണം കേട്ടോ. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മളെ തന്നെ ആശ്വസിപ്പിച്ചിട്ടും ആ പ്രശ്നം സോൾവ് ആവുന്നില്ല, നമുക്ക് ഭയങ്കര വിഷമം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് നമുക്ക് ചാടാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും അടുത്ത ആരോടെങ്കിലും നമ്മൾ പോയിട്ട് ഹെൽപ്പ് അങ്ങോട്ട് ചോദിക്കല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യും, ചെയ്ത് തരും, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ പറഞ്ഞു തരും എന്നുള്ളത് വേണം. അത് പക്ഷെ അതിന്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അറിയുന്നത് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എങ്ങനെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ കാര്യമില്ലേ ഇത്. നിങ്ങളെക്കാൾ നന്നായിട്ട് എങ്ങനെയാണ് ബാക്കിയുള്ള ഒരാൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്നത്. സോ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സീന് വരുമ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ എന്താ പറയാ, ഒരു വിലയില്ലാത്ത രീതിക്ക് കാണുകയാണ്. നിങ്ങൾ നിങ്ങളെ കഴിവ് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കഴിവിനെ പുച്ഛത്തോടു കൂടി കാണുകയാണ്. എന്നെ കൊണ്ട് ആവില്ല, എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളത് നമ്മളെ തന്നെ അവോയ്ഡ് ചെയ്യുന്ന ഒരു പോലെയല്ലേ. നമ്മുടെ ആ ഗട്സ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനും ഒരു ഗട്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ഒന്നും വില മതിക്കാണ്ട് നമ്മൾ ബാക്കിയുള്ളവരടുത്ത് പോകുന്നത് എന്തിനാ? ആദ്യം നമ്മളോട് ചോദിക്കണം, നമ്മുടെ ഗട്സിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം, നമ്മളെ കൊണ്ടാവും അത്. എന്നിട്ടും പറ്റില്ലെങ്കിൽ മാത്രം നമ്മൾ വേറെ ഭാഗത്ത് രണ്ട് ചോദിക്കാൻ നിന്നാൽ മതി. ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, മനസ്സിലാക്കുക. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങളില് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒത്തിരി ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. ഇംപെർഫെക്ഷൻ എന്താണോ അതിന് ഫോക്കസ് ചെയ്തിട്ട് അതിന് നമ്മൾ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഇതില്ല ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളില് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അതിന് നോക്കിക്കണ്ട് അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെ
സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളെല്ലാവരും ഓരോരോ വ്യക്തികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെല്ലാവരും യൂണീക്കാണ്. എന്നെ പോലെയല്ല നീ, നിന്നെ പോലെയല്ല ഞാൻ, അല്ലെ? നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും നമ്മളെപ്പോലെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ യൂണീക്കാണ്. ആ യൂണീക്നെസ്സിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ. അതുപോലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, കുറെ ഫെയിലിയർ ഉണ്ടാവും, കുറെ സക്സസ് ഉണ്ടാവും നമുക്ക്. അപ്പോ ഇതൊക്കെ മുന്നോട്ട് പോകണം, ഇതൊക്കെ താണ്ടി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ലൈഫ് പോയേ പറ്റുള്ളൂ, മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അല്ലെ? അപ്പോ ആ സമയത്തൊക്കെ ഇങ്ങനെ താഴ്ചകളും അല്ലെങ്കിൽ ഉയർച്ചകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് സക്സസ് വരുമ്പോൾ മാത്രം നിങ്ങൾ ഭയങ്കര ഹൈപ്പിലും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫെയിലിയേഴ്സ് വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നത് മാറ്റുക. നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നോണ്ടേയിരിക്കും. അൺപ്രഡിക്റ്റബിൾ ആണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ കുറെ കാര്യങ്ങളിൽ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെ? ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കൊരു സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഒതുക്കി ജീവിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓപ്പൺ ആയിട്ട് തുറന്നു പറയുക. അതാണ് നമുക്ക് ഒന്നാമത് നമ്മളെ ഒന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോ ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്തൊരു സർക്കിള് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലുള്ളവരെന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ അത്യാവശ്യം സമയം എടുത്തു കേട്ടോ, കുഴപ്പമില്ല. കാരണം അത്രയ്ക്കും നിങ്ങൾക്ക് വിശ്വാസമുള്ള, അത്രയ്ക്കും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന, അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന, നിങ്ങളെയും അതുപോലെ ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം അത്. അപ്പൊ അങ്ങനത്തെ ഒന്ന് രണ്ട് വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം, അല്ലെ? ഓരോരോ ഫ്രണ്ട്സും പല പല ടൈപ്പ് ആയിരിക്കും. ചിലർ ഒറ്റ കൊടുക്കുന്നവരുണ്ടാവും, ചിലർ പരദോഷം പറഞ്ഞ് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വളരെയധികം സമയമെടുത്ത് ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് കുറച്ച് സർക്കിള് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരാളായാലും മതി. നിങ്ങൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ തുറന്നു പറയാൻ ഒരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിന് ഒരാളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഇൻടേക്സ്, ശരീരത്തിനായാലും അത് മീൻസ് ഫിസിക്കൽ ആയാലും മെന്റലി ആയാലും, ആ ഇൻടേക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾ പറയുന്നത് പോലെ ആവരുത്. അതിപ്പോ ഈ ഫുഡ് ആയാലും ശരി, അല്ലെങ്കിൽ നമ്മൾ മെന്റലി കൊടുക്കുന്ന ഫീലിങ്സ് ആയാലും സ്ട്രെസ് ആയാലും കാര്യങ്ങളായാലും എന്തായാലും നമ്മൾ കുറെ ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്, അല്ലെ? മെന്റലി ഫിസിക്കലി കുറെ കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ നിൽക്കരുത്. എടി നീ അത് ചെയ്യും, അല്ല എടാ നീ അത് ചെയ്യണം, ഇത് കഴിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊന്നും ഒരാൾ പറഞ്ഞത് കേട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്ന, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട്, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇൻടേക്ക് ചെയ്താൽ മതി, നിങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് അത് വിട്ടു കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ ലൈഫിന്റെ ഗ്രോത്തിന് സഹായിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും, അല്ലെ? ചിലപ്പോ ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ ആയിരിക്കാം. അങ്ങനെ എന്തോ ആവട്ടെ, നമ്മുടെ ലൈഫില് നമ്മുടെ കരിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒന്ന് ഗ്രോ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒഴിവാക്കിക്കോ. ഇപ്പൊ എല്ലാത്തിനും ഓരോരോ എക്സ്പയറി ഡേറ്റ്സ് ഉണ്ട്, അല്ലെ? ഇപ്പൊ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കില്ല. അപ്പൊ നമുക്കായാലും നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, നമുക്ക് എക്സ്പയറി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാബിറ്റ്സോ വ്യക്തികളോ അല്ലെങ്കിൽ അഡിക്ഷനോ എന്തോ ആവട്ടെ നമുക്ക് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വിട്ടേക്ക്, നമ്മുടെ കൂടെ നിർത്തണ്ടാവും. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയും കഷ്ടപ്പെട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആയാലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് ആയാൽ കൂടി എന്തോ ആവട്ടെ, നിങ്ങൾ കഷ്ടപ്പെട്ട് എവിടെയും കംഫർട്ടബിൾ ആവാൻ നോക്കരുത്. കാരണം നമ്മളെ തന്നെ മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് അത് പോകും. നമ്മുടെ ക്യാരക്ടർ മാറും, നമ്മുടെ ബിഹേവിയർ മാറും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വത്വത്തെ നമ്മൾ ഇല്ലാണ്ടാക്കുക എന്ന് പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായി പോകും. നമുക്ക് കുറെ മൂഡ് സ്വിങ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ നീഡ്സ് എന്താണ്, നമ്മുടെ ഡിസയർ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലേക്കൊക്കെ എത്താൻ സഹായിക്കുന്ന ഒരു സ്ഥലത്താണോ നിങ്ങൾ ഇരിക്കുന്നത് നോക്കിയിട്ട് അവിടെ മാത്രം നിങ്ങൾ ഇരിക്കുക. കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, കഷ്ടപ്പെട്ട് കംഫർട്ടബിൾ ആവേണ്ട. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഹാപ്പി ആണോ എങ്കിലും ഓക്കെ, നിങ്ങൾ അവിടെ കീപ്പ് ചെയ്ത് പൊക്കോളും. അല്ലാത്ത പക്ഷം നിങ്ങളത് ഇരിക്കേണ്ട ആവശ്യം
പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എവിടെയും കംഫർട്ടബിൾ ആവാൻ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടായിരിക്കും അല്ലെ. അത് പക്ഷെ കംഫർട്ടബിൾ സോൺ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു കാര്യമൊന്നുമല്ല. അതിന് ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന സ്പേസിലായിക്കോട്ടെ, അവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറെ നീഡ്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു ഡിസയർ ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അതിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, കഷ്ടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത്, ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഹാപ്പി ആണോ? ഓക്കെ ഫൈൻ, നിങ്ങൾ അവിടെ ഇരുന്നോളൂ. നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മൾ ഈ കഷ്ടപ്പെട്ട് കംഫർട്ടബിൾ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളായിട്ട് മാറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ മ്യൂസിക്സ് വരും, നമ്മുടെ സ്വത്വത്തിൽ ഇല്ലാണ്ടാക്കുന്ന പോലെ വരും, നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും, നമ്മുടെ ബിഹേവിയേഴ്സ് മാറിപ്പോകും. അപ്പൊ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങളായിട്ട് തന്നെ നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ ഇരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ സെൽഫ് ലവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ സെൽഫ് ലവും സെൽഫിഷ്നെസ്സും രണ്ടാണ് കേട്ടോ. രണ്ടും കൂടെ കൂട്ടിക്കുഴക്കാൻ നിൽക്കരുത്. സെൽഫിഷ്നെസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മള് നമ്മുടെ കാര്യത്തിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മള് ബാക്കിയൊന്നും വകവയ്ക്കുന്നില്ല. നമ്മുടെ കാര്യമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഈ സെൽഫ് ലവിലും എന്നല്ല, എല്ലാ കാര്യത്തിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമ്മളെല്ലാവരും സെൽഫിഷ് ആകും അല്ലെ. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും, ശരിയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കി ബാക്കിയുള്ളവരൊന്നും കൺസിഡറേ ചെയ്യുന്നില്ല എന്ന് വെച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകും. ആരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റീസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ആ ഇമ്പോർട്ടൻസ് ഒരിക്കലും ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഗ്രോ ചെയ്യുന്നതിന് അത് തടയുന്നുണ്ട്, നമ്മൾ കാരണം അവരുടെ വളർച്ചയ്ക്ക് അത് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യരുത്. അത് ശരിക്കും പറഞ്ഞ സെൽഫിഷ്നെസ് ആണ്. ബാക്കിയുള്ളവർ സങ്കടപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നത് ഒരു സെൽഫിഷ്നെസ് തന്നെയാണ്.